നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് കൃത്യമായിട്ട് മാറണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വാഹനത്തിൻ്റെ കൂളൻ്റ് കുറയും എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി പേർക്ക് സംശയം കാണും. ഇതുപോലത്തെ ഒരു സംശയം എൻ്റെ സബ്സ്ക്രൈബറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജെന്യൂൻ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് അത്. നമ്മൾ പലപ്പോഴും വാഹനത്തിൻ്റെ കൂളൻ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവ് കാണുമായിരിക്കും, അത് നമ്മൾ തിരിച്ച് ഫില്ല് ചെയ്യാറുണ്ട്. പിന്നെ നോക്കുമ്പോൾ അതുപോലെ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ഇതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചിരിക്കുന്ന അനീഷ് തങ്കപ്പൻ 3682 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: കൂളൻ്റ് കുറയുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്? റേഡിയേറ്ററിൽ കൂളൻ്റ് എപ്പോഴും ഒരേ ലെവലിൽ തന്നെ കിടക്കണോ? ഒറ്റ ക്വസ്റ്റ്യനുള്ളൊരു കാര്യം പറഞ്ഞു പോയിക്കാം, അല്ലെ എല്ലാം കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആയി. ഇപ്പം കൂളൻ്റ് കുറയുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം പറയാം. പല കാരണങ്ങൾ കൊണ്ട് വരാം. അതായത് വാഹനം ഓവർ ഹീറ്റ് ആകുകയാണെങ്കിൽ, തിളച്ച് പുറത്തോട്ട് ചാടുകയാണെങ്കിൽ, ഹെഡ് ഗ്യാസ്കറ്റിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും രീതിക്ക് ഹോസുകളോ കാര്യങ്ങളോ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, റേഡിയേറ്ററിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹീറ്റർ കോർ എന്ന് പറയുന്ന യൂണിറ്റിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ, ഈ ലൈൻസിൽ എവിടെയെങ്കിലും മെറ്റൽ ലൈൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇതെല്ലാം കൂളൻ്റ് കുറയാനുള്ള കാരണങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, റേഡിയേറ്ററിൽ കൂളൻ്റ് എപ്പോഴും ഒരേ ലെവലിൽ തന്നെ കിടക്കണോ? 100%. റേഡിയേറ്ററിനകത്ത് ഇപ്പം നമ്മൾ റേഡിയേറ്ററിൻ്റെ ക്യാപ്പിൻ്റെ പോർഷനിൽ പലർക്കും ഒരു ഡൗട്ട് കാണുമായിരിക്കും. ക്യാപ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെയായിരിക്കും നിൽക്കുന്നത്. അത് കംപ്ലയിൻ്റ് അല്ല, നോർമലാണ്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, റേഡിയേറ്ററിൻ്റെ ക്യാപ്പിൻ്റെ മേളത്തെ പോർഷൻ വരെ നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനുശേഷം അടച്ചു കഴിഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് തുറന്നു നോക്കുന്ന സമയത്ത് പിന്നെയും കൂളൻ്റെ ലെവൽ താന്നു പോകുന്നത് നമ്മൾ കാണും. താന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി താന്നൊന്നല്ല, റേഡിയേറ്ററിൻ്റെ ആ നിരപ്പിൽ നിൽക്കും, പക്ഷേ ആ മൗത്തിൻ്റെ അറ്റം വരെ കാണത്തില്ല. അത് കംപ്ലയിൻ്റ് അല്ല, നോർമലാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ്, അതായത് നമ്മൾ അടയ്ക്കുന്ന ക്യാപ്പിൽ തന്നെ 2 ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒന്ന് അകത്തോട്ട് കൂളൻ്റ് വലിക്കാനും, ഒന്ന് പുറത്തോട്ട് കൂളൻ്റ് കളയാനും. ഈ കളയുക എന്ന് പറഞ്ഞാൽ റിസർവ് ടാങ്കിലോട്ട് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. എപ്പോഴാണ് ഇതിലോട്ട് കൂളൻ്റ് ആവശ്യം വരുന്നത്? റിസർവ് ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് കൂളൻ്റ് വലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സർക്കുലേഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ കുറവ് കാണിക്കുന്നത്. അതൊരു കംപ്ലയിൻ്റ് അല്ല, നോർമൽ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എൻ്റെ സ്വിഫ്റ്റ് കാർ എൻജിൻ ഗ്യാസ്കറ്റാണ് ഉദ്ദേശിച്ചത്. എൻജിൻ ഗ്യാസ്കറ്റ് ലീക്ക് ആയാൽ കൂളൻ്റ് കുറയുമോ? എൻജിൻ ഗ്യാസ്കറ്റ് ലീക്ക് ആകാനുള്ള ചാൻസസ് അല്ല വരുന്നത്. എൻജിൻ ഗ്യാസ്കറ്റിൻ്റെ അവിടെ നിന്ന് ലീക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗ്യാസ്കറ്റിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത്? ഈ ഗ്യാസ്കറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞുതരാം. 2 മെറ്റൽ പോർഷനാണ്. ഒന്ന് നമ്മുടെ ഹെഡ്, അതായത് ഹെഡും ബ്ലോക്കും, അതായത് എഞ്ചിൻ്റെ ബ്ലോക്ക്, എഞ്ചിൻ്റെ പിസ്റ്റനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ബ്ലോക്ക്. ഇതിൻ്റെ പുറത്തോട്ട് വേറൊരു മെറ്റൽ പോർഷൻ വെക്കുക. ഇങ്ങനെ ഒരു മെറ്റൽ ടു മെറ്റൽ വരുന്ന സമയത്ത് ഇതിനകത്ത് ലീക്കും കാര്യങ്ങളൊക്കെ വരും. അതിന് പകരമായിട്ട് നമ്മളൊരു പാക്കിങ് വെക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ കഷ്ണമൊക്കെ കട്ട് ചെയ്ത് വെച്ചൊരു പാക്കിങ്, ഒരു സീറ്റായിട്ടിരിക്കാൻ വേണ്ടി, ലീക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ വെക്കുന്നൊരു പാക്കിങ്. ഇത് റബ്ബറല്ല, ഞാൻ ജസ്റ്റ് അത് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ വെക്കുന്ന ഒരു പീസാണ് ഈ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. ഒരു മെറ്റലുണ്ട്, അതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു കംപ്രസ് ആകുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് കംപ്രസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സെയിം ഈ ഗ്യാസ്കറ്റ് തന്നെ പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഗ്യാസ്കറ്റ് മാറേണ്ടി വരും. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഗ്യാസ്കറ്റിൻ്റെ പണിക്കുറ്റം തീരും, അതായത് ഇതിൻ്റെ പണി തീരും. ഒരിക്കൽ ഇത് ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, കൂളൻ്റ് സർക്കുലേഷൻ നടക്കാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് ചിലപ്പോൾ വെയർ ആൻഡ് ടയർ ഉണ്ടായിട്ട് എവിടെന്നെങ്കിലേക്ക് ലീക്ക് വന്ന് കൂളൻ്റ് ഓയിലുമായിട്ട് മിക്സ് ആകാനുള്ള ചാൻസസ് വരെ ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊരു കംപ്ലയിൻ്റ് ആകും. അങ്ങനെ കൂളൻ്റ് കുറയല്ല ചെയ്യുന്നത്, ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ആണുള്ളത്. അതൊന്നാമത്തെ കാര്യം. എൻ്റെ സ്വിഫ്റ്റ് കാറാണ്, 2012 മോഡൽ, പെട്രോൾ. കൂളൻ്റ് ടാങ്കിൽ കൂളൻ്റ് ഉണ്ട്, പക്ഷേ റേഡിയേറ്ററിൽ ടോപ്പിൽ കൂളൻ്റ് ലെവൽ കുറയുന്നു. അത് ഞാൻ ഈ പറഞ്ഞ കേസ് തന്നെയാണ്. കുറച്ചൊരു കുറവ് നമുക്ക് കാണിക്കുക, അത് പ്രശ്നമുള്ള കേസല്ല. ടോപ്പപ്പ് ചെയ്ത് ലെവലാക്കുകയും പിന്നെ ലെവൽ കുറയുന്നു. അതുകൊണ്ട് ദിവസവും രാകേഷ് പറഞ്ഞ വെള്ളം ഉപയോഗിച്ച് ടോപ്പപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ്? മറുപടി തരണം. ശരി, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം കൂളൻ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ പറഞ്ഞ പോലെ റേഡിയേറ്ററിന് ക്യാപ്പ് തുറന്നിട്ട് ആ ഒരു നെക്ക് ലെവൽ മാത്രം കുറവുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് അല്ല, വളരെ നോർമലാണ്. ഒന്നും പേടിക്കേണ്ട കേസില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, അത് തെറ്റാണ്. അങ്ങനെ ഫില്ല് ചെയ്യണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കാൻ വേണ്ട. ഞാൻ പറയുന്നത് 2 ദിവസം വാഹനം ഓടിച്ചതിന് ശേഷം എത്ര ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ പിന്നെ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്? ഏകദേശം 1/2 ലിറ്ററോളം കൂളൻ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ അതിനകത്ത് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത്ര കൂടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് കാണിച്ചോണം. കാരണം നിങ്ങളുടെ വാഹനത്തിൽ എവിടുന്നോ കൂളൻ്റ് ലീക്ക് വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു 2 അടപ്പൊക്കെ കുറവുള്ളതെന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് അല്ല, അത് വളരെ നോർമലാണ്. കാരണം റിസർവ് ടാങ്കിലോട്ട് പോയി റിസർവ് ടാങ്കിൽ തിരിച്ച് വലിക്കുന്ന സമയത്തൊക്കെ വരുന്നൊരു വാക്യൂമും അതിൻ്റെ ഒരു ഗ്യാപ്പും ഒക്കെയാണ് ചെറുതായിട്ട് കാണുന്നത്. അത് പേടിക്കേണ്ട കേസ് ഒന്നുമില്ല, ഒന്നും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അത് നോർമലാണ്, വളരെ നോർമലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂളൻ്റ് കുറയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ഒക്കെ പോയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ ഓടിയതിനു ശേഷം
തണുത്ത് കഴിഞ്ഞതിന് ശേഷം റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുക, കൂളൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്യുക. 1/2 ലിറ്ററിന് മേളിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലീക്ക് ടെസ്റ്റ് നടത്തി നോക്കുക. ലീക്ക് ടെസ്റ്റ് നടത്താതെ പുറമേ നോക്കിയിട്ട് വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ലീക്ക് ടെസ്റ്റ് നടത്തി നോക്കുക. ലീക്ക് ടെസ്റ്റ് നടത്തിയിട്ട് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻസോ വല്ലതും ഉണ്ടെങ്കിൽ ആ പ്രഷർ മെയിൻറ്റെയിൻ, അതായത് പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ വാഹനത്തിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ റേഡിയേറ്ററിൽ ഉണ്ടായിരിക്കുന്ന പ്രഷർ നമ്മൾ എക്സ്റ്റേണലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പ്രഷർ ക്രിയേറ്റർ ഉണ്ട്, അത് വെച്ച് പ്രഷർ ജനറേറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിനകത്ത് ഫുള്ളി പ്രഷർ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രഷർ വന്നു കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൂളൻ്റ് വരും നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കൺഫേം ആക്കിക്കോണം. അല്ലാതെ വെറുതെ കൂളൻ്റ് ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ച് അങ്ങനെ ഓടിക്കാനാണെങ്കിൽ ഒരു സമയത്ത് ഈ ലീക്കുള്ള സ്ഥലത്ത് നിന്ന് ഫുള്ളായിട്ടത് പൊട്ടി ഫുള്ള് കൂളൻ്റ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വഴി കിടന്നുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.